എല്ലാവരെയും ഒന്നായി കണ്ട് എല്ലാവർക്കും പ്രചോദനമായി മാറുകയാണ് മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു പറ്റം ആളുകൾ ചേർന്ന് രൂപീകരിച്ച ഒന്നാണ് നമ്മൾ വാട്സപ്പ് കൂട്ടായ്മ. ജാതി മതഭേദമില്ലാതെ ചാരിറ്റി മേഖലയിലെ ജില്ലയിലെ സജീവ മുഖം കൂടിയാണ് ഈ കൂട്ടായ്മ. ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന കൂട്ടായ്മയിലെ മിക്ക അംഗങ്ങളും കൂടിച്ചേർന്ന് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലായി 25 വീടുകളുടെ അടിത്തറ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ആദവനാട് ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ 26-ാമത്തെ വീടിന്റെ തറയുടെ പണിയാണ് ഏറ്റെടുത്തിട്ടുള്ളതെന്ന് വാട്സപ്പ് കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങളിന്നുള്ളത് ആദവനാട് പഞ്ചായത്തിൽ 5-ാം വാർഡിലാണ്. പിന്നെ ഞങ്ങളൊരു ഉസ്താദിൻ്റെ തറപ്പണി പെട്ടെന്ന് വീട് പഴയ വീടായിരുന്നു, അത് പൊളിച്ച് നല്ലൊരു വീട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അതിൻ്റെ തറപ്പണി ഞങ്ങളിന്ന് ഏറ്റെടുത്തു. ഒന്നാണ് നമ്മൾ വാട്സപ്പ് കൂട്ടായ്മ അത് ഏറ്റെടുത്തു. അപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ടൊരു തറൻ്റെ വർക്ക് തീർക്കും. ചിലപ്പോൾ ചില ദിവസം ചില വർക്കിൻ്റെ അന്ന് ചിലപ്പോൾ 2 തറപ്പണി തീർക്കും. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിന്ന് 26-ാമത്തെ തറപ്പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ കൂട്ടായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിതിൽ മെയിനായിട്ടുള്ളൊരു ചെയർമാൻ നമ്മളൊരു അത്താണി മൂപ്പരിപ്പോൾ സുഖമില്ലാതിരിക്കുകയാണ്. അപ്പോൾ മൂപ്പരിന്നാലും ആ കിടക്കുന്നിടത്തുനിന്ന് വിളിച്ച് ഞങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി ഇങ്ങനെ വിടും. അപ്പോൾ ഇന്ന് മൂപ്പരിപ്പോൾ സുഖമില്ലാത്തതിൻ്റെ ശേഷം 2-ാമത്തെ തർപ്പണിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോൾ ഞങ്ങളെ ഈ പ്രവർത്തനം കണ്ടിട്ട് പലരും വിളിക്കും. ആ വിളിക്കുന്നതിനനുസരിച്ച് നമ്മൾ ചെന്ന് അർഹതപ്പെട്ടവർക്ക് ഈ തറപ്പണി ചെയ്തു കൊടുക്കുന്നതാണ്. നമസ്കാരം, എൻ്റെ പേര് ഭാസ്കർ എന്നാണ്. ഈ ഒന്നാണ് നമ്മൾ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ വന്നത്. ഒരു 2 വർഷത്തോളമായി ഞങ്ങൾ ഈ കൂട്ടായ്മ തുടങ്ങി. 2 വർഷം കഴിഞ്ഞു ഈ കൂട്ടായ്മ തുടങ്ങിയിട്ട്. തികച്ചും പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ മുജീബ്, എൻ്റെ സുഹൃത്ത് മുജീബ് പറഞ്ഞ പോലെ തന്നെ ഒരു അത്താണിയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവരുടെ ആ ഒരു നമ്മുടെ ഈ പണി കഴിഞ്ഞ് പോകുമ്പോൾ അവരുടെ മനസ്സ് അത് മതി ഞങ്ങൾക്ക് സന്തോഷം കിട്ടാൻ. കാരണം ഒരുപാട് 25-ലധികം തറകൾ ഞങ്ങൾ ഇപ്പോൾ പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉസ്താദിൻ്റെ തറ ഞങ്ങൾ 5-ാം വാർഡിൽ ഏറ്റവും അടുത്ത് തന്നെയാണ്. ഞങ്ങൾ ഈ ഭാഗത്തുള്ളവരാണ് കൂടുതലും. പിന്നെ താന്നൂരിൽ നിന്ന് ഒരു 4-5 പേരുണ്ട്. അവർ ഒരു ഗഫൂർ, സത്താർ, അങ്ങനെ കുറച്ച് പേര് ഞങ്ങളെ കൂടെ കൂടിയിട്ടുണ്ട്. അവരും ഞങ്ങളെ ഈ പ്രവർത്തനം കണ്ടിട്ട് ഞങ്ങളെ കൂടെ എത്തിയ ആളുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ 5-ാം വാർഡിൽ നമ്മൾ ഇപ്പം ഉസ്താദിൻ്റെ ഈ തർപ്പണിയിൽ ഞങ്ങൾ ഇന്ന് കുറച്ച് പേരെ ഞങ്ങൾ വന്നിട്ടുള്ളൂ. കൂടുതൽ പേരുണ്ട്. അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ കാരണം വരാൻ പറ്റാത്തതാണ്. പിന്നെ എന്നാലും ഞങ്ങൾ സംതൃപ്തരാണ് ഈ കാര്യത്തിൽ. എന്തായാലും ഉസ്താദിൻ്റെ തർപ്പണി ഇന്ന് ഞങ്ങൾ തീർക്കും. കാരണം ഇത് ഞങ്ങൾ കരുതേനേക്കാളും ഒരുപാട് ഏരിയ ഉണ്ട്. അത് ഇന്ന് തീർക്കാൻ പറ്റുമെന്നുള്ളൊരു സംശയത്തിലാണ്. എന്നാലും ഞങ്ങളൊരു ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇത് ഒന്നാണ് നമ്മൾ വാട്സപ്പ് കൂട്ടായ്മ മാത്രം, ഇത് ചാരിറ്റിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഞങ്ങൾ അതിൽ സന്തോഷിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങളെല്ലാവരും മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊരു അത്താണിയായിട്ട് തന്നെ ഞങ്ങൾ തുടരും. ഒന്നാണ് നമ്മൾ വാട്സപ്പ് കൂട്ടായ്മ ഭാരവാഹികളായ ഗിരീഷ്, ഹൈദർ എന്ന കുഞ്ഞാപ്പു, സജീവൻ, ഭാസ്കരൻ, മുജീബ്, മുത്തു, സത്താർ, രാജൻ, മുസ്തഫ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്.